സദ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവങ്ങളിൽ ഒന്നാണ് പുളിയിഞ്ചി. അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, പുളിയിഞ്ചി 101 കറികൾക്ക് തുല്യമാണ് എന്ന്. വ്ലോഗ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇത് വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് വളരെ സ്വാദിഷ്ടമായ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തരം പുളിയിഞ്ചിയാണ്. നമുക്കിതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ട് അത് കുറച്ച് വെള്ളമൊഴിച്ച് കുതിർത്ത് വെക്കണം. 3/4 ടീസ്പൂൺ കുരുമുളക്, ഒരു നുള്ള ഉലുവ, 1/2 ടേബിൾ സ്പൂൺ എള്ള്, കനം കുറച്ച് വട്ടത്തിലരിഞ്ഞ ഒരു പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ ശർക്കര അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ ഉപയോഗിക്കാം, 1 ടേബിൾ സ്പൂൺ നെയ്യ്, 1/4 ടീസ്പൂൺ കടുക്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് കറിവേപ്പില. ഇവയാണ് നമുക്ക് പുളിയിഞ്ചിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് പുളിയിഞ്ചി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഒരേ ചട്ടിയിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം. കടുക് വറുക്കാൻ മാത്രം നമുക്ക് സെപ്പറേറ്റ് പാത്രം എടുത്താൽ മതി. ചെറിയ തീ കൊടുത്ത് ചട്ടി അടുപ്പത്ത് വയ്ക്കുക. എള്ള്, കുരുമുളക്, ഉലുവ എന്നിവ പൊടിക്കാൻ പാകത്തിന് ഓരോന്നായിട്ട് സെപ്പറേറ്റായി നമുക്ക് വറുത്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇവ തണുത്തതിന് ശേഷം ഒരു കല്ലിൽ ഒരുമിച്ചിട്ട് പൊടിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം. 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് പച്ചമുളക് വറുത്ത് മാറ്റി വയ്ക്കുക. അതേ നെയ്യിൽ തന്നെ ഇഞ്ചിയും വറുത്ത് കോരി മാറ്റി വയ്ക്കണം. സാമ്പാർ പൊടി കുറച്ച് വെള്ളമൊഴിച്ച് നല്ല കുഴമ്പ് പരുവത്തിൽ പിഴിഞ്ഞെടുക്കണം. അങ്ങനെ പിഴിഞ്ഞെടുത്ത പുളിയിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവയെല്ലാം ചേർത്ത് ഒരുമിച്ച് ഇളക്കി വെക്കണം. ഒരു മീഡിയം തീ കൊടുത്ത് ഇത് അടുപ്പത്തേക്ക് വെക്കുക. പച്ചമണം മാറി ഒന്ന് വറ്റി വരുമ്പോൾ ശർക്കരയോ ബ്രൗൺ ഷുഗറോ ചേർക്കുക. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന പച്ചമുളകും ഇഞ്ചിയും കൂടെ ചേർത്ത് ഇളക്കണം. ഒരു കുഴമ്പ് പരുവമാകുമ്പോൾ അത് നമുക്ക് തീയിൽ നിന്ന് ഇറക്കി വയ്ക്കാം. ഇനി നമ്മൾ കടുക് വറക്കാൻ പോവുകയാണ്. എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കുക. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇടുക. അങ്ങനെ കടുക് വറുത്തത് നമുക്ക് നമ്മുടെ പുളിയിഞ്ചിയുടെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം കുറച്ച് എള്ള്, കുരുമുളക്, ഉലുവ എന്നിവ സാധനങ്ങൾ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, അത് നമുക്ക് ഇപ്പോഴങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ചേർത്ത് ഇങ്ങനെ ഒന്ന് പുളിയിഞ്ചി നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ പുളിയിഞ്ചി തയ്യാറായി. സദ്യക്കിരിക്കുമ്പോൾ ഇലയുടെ തുമ്പത്ത് ഇടതുഭാഗത്തായിട്ട് ഉപ്പിന് തൊട്ടടുത്ത് പുളിയിഞ്ചി വിളമ്പണം. ഉണങ്ങിയ സ്പൂൺ ഉപയോഗിച്ചാൽ അങ്ങനെ വെള്ളം തൊടാതെ വെച്ചിരുന്നാൽ ഏകദേശം 1-2 മാസം വരെയൊക്കെ ഫ്രിഡ്ജിൽ കേടുകൂടാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.